കെ ശ്യാമള എന്ന് പറഞ്ഞു കേട്ടാൽ ഇപ്പൊ കണ്ണൂരിലെ ഘടകങ്ങൾക്കുള്ളിൽ അവർ പാർട്ടിക്കുള്ളിൽ വളർന്നു വന്ന് 10-40 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിനുള്ളിൽ കൂടി വളർന്നു വന്ന ഒരു നേതാവ് തന്നെയാണ്. പി ദിവ്യ അങ്ങനെയാണ്. പക്ഷെ പുറത്തേക്ക് പി കെ ശ്യാമള എന്ന പേര് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെയാണ്. അപ്പൊ അത് ഒരു ഇമേജ് ആണ്. അതിൽ പാർട്ടി അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഇന്നിപ്പോ ടി കെ ഗോവിന്ദൻ പറയുന്നത്. അപ്പൊ അതിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. ഇപ്പൊ പാർട്ടി ഭാഷയിൽ പറയുകയാണെന്ന് വിചാരിച്ചോ, ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട്, പര്യാപ്തമാണല്ലോ, വിമർശിക്കുന്നില്ല. ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട് എന്നെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും ആ പേര് പാർട്ടി എടുത്തു വെക്കുമ്പോൾ അവിടെ വിമർശനം വരുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നേ, അതിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നേ. അതിൽ ഉയരുന്ന വിമർശനങ്ങൾ ഇതിപ്പോ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ 3 പേരൊഴികെയുള്ളവരെല്ലാവരും വിമർശനം ഉന്നയിച്ചു എന്നാണ് ടി കെ ഗോവിന്ദൻ പറയുന്നത്. ടി കെ ഗോവിന്ദൻ അത് പറയുന്നത് പുറത്തുപോയിട്ടല്ല, ആ കമ്മിറ്റിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അവിടെയുള്ള ആരും അത് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല. കെ രാഗേഷ് നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും കമ്മിറ്റിയിൽ സംഭവിച്ചിട്ടില്ല. എല്ലാവരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്, അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പേര് പോകുന്നത് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പി ജയരാജനോട് ഇന്ന് മാധ്യമങ്ങൾ മൈക്ക് വെക്കുമ്പോൾ പി ജയരാജൻ ഒന്നും സംസാരിക്കുന്നില്ല. കേരളത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് വി ജയരാജനാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് യോഗം നടന്നത്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പറയാൻ ഏൽപ്പിച്ച വി ജയരാജൻ അത് പറയുകയാണ്. പി ജയരാജന്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് യോഗം ചേർന്നത്, ടി കെ ഗോവിന്ദൻ ഉണ്ടായിരുന്നു, അപ്പോഴും വാർത്താ സമ്മേളനം വിളിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി പാർട്ടി അറിയുന്നുണ്ടായിരുന്നു. അതൊരു സമവായത്തിലേക്ക് എത്തിക്കാനോ ചർച്ച നടത്താനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സമവായ ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതിലുള്ള ആഴത്തിലുള്ള പിളർപ്പ് അവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്.